നമുക്ക് റിംഗ് ഓനിയൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് 1/4 ഭാഗം മൈദയും 1/4 ഭാഗം കോൺഫ്ലോറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഈ ഒരു ഗ്ലാസിൻ്റെ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് റവ വേണം. നമ്മൾ ബ്രെഡ് ക്രംസിന് അല്ലെങ്കിൽ റസ്ക് ക്രംസിന് പകരമായിട്ടാണ് റവ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം, കുറച്ച് സ്പൈസി ആയിട്ട് ഇഷ്ടമാണെങ്കിൽ. പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നമുക്ക് പാല് ചേർത്തിട്ട് ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ ലൂസാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. അധികം തിക്കാവാനും പാടില്ല, എന്നാൽ തീരെ ലൂസാവാനും പാടില്ല. പിന്നെ ഞാനിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി, ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പേസ്റ്റ് ചേർത്ത് കൊടുത്തത്. സവോള ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് ഇതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലുള്ള എക്സസ് ആയിട്ടുള്ള മാവൊക്കെ അങ്ങ് പുറത്തോട്ട് പോകുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് അത് നേരെ റവയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റവ ഇതിൻ്റെ മുകളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ എല്ലാ സൈഡും ഇട്ടിട്ട് എല്ലാ സൈഡും അതിൽ റവയിൽ മുങ്ങി വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓനിയൻ റിങ്സും ഇതേപോലെ മാവിലും അതേപോലെ തന്നെ റവയിലും മുക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാൻ വച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിമിൽ ഓയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടങ്ങ് മൊരിഞ്ഞു പോയാൽ ഉള്ളിലുള്ള ആ ഉള്ളി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ഓനിയൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള മാവിലോട്ട് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ബാക്കി വന്ന ഒനിയൻസ് അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ എഗ്ഗ് പക്കവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ കോരി എണ്ണയിലോട്ട് സ്പൂൺ കൊണ്ട് കോരി എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതും സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ കഴിയണേ. നമുക്ക് വീണ്ടും കാണാം സിമ്പിൾ റെസിപ്പീസുമായിട്ട്. താങ്ക് യു.